ബി അശോകിനെ കൃഷിവകുപ്പിൽ നിന്നും വീണ്ടും തെറിപ്പിച്ച സർക്കാർ, കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ അശോകിനെ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സ്ഥലം മാറ്റി. സെപ്റ്റംബർ 17 മുതൽ സ്ഥലം മാറ്റം പ്രാബല്യത്തിലാകുമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. അശോകിനെ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാനായി സ്ഥലം മാറ്റിയ സർക്കാർ നടപടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതിന് പിന്നാലെ അദ്ദേഹം അവധി അവസാനിപ്പിച്ച് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റിരുന്നു. ദിവസങ്ങൾക്കുള്ളിലാണ് അശോകിനെ വീണ്ടും സ്ഥലം മാറ്റിയിരിക്കുന്നത്. അശോകിന് പകരം കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയോഗിച്ച് ടിങ്കു ബിശ്വാളിനെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട്. കേര പദ്ധതിക്കായി കൃഷിവകുപ്പിന് ലോകബാങ്ക് അനുവദിച്ച ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖ മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ വിവാദം നിലനിൽക്കെ അശോകിനെ പദവിയിൽ നിന്നും മാറ്റിയത് വിവാദമായിരുന്നു. വിവരം ചോർന്നതെങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ അശോകിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ കൃഷിവകുപ്പിലെ രേഖ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ശേഖരിച്ചതെങ്ങനെയെന്ന് അശോക് റിപ്പോർട്ടിൽ ചോദിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അശോകിന് സ്ഥാനചലനമുണ്ടായത്. കഴിഞ്ഞ ജനുവരിയിൽ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തദ്ദേശ വകുപ്പ് പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അശോകിനെ മാറ്റിയതും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റദ്ദ് ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ചർച്ച ചെയ്യാതെ KPCC നേതൃയോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ആരും വിഷയം ഉന്നയിച്ചില്ല. അതേസമയം നേതാക്കൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചു. പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന് ഇതിൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കും. സെല്ലിന്റെ ചുമതലയുള്ള VT ബൽറാം അടക്കം 5-അംഗ സമിതിയെ നിയോഗിച്ചു. സമൂഹമാധ്യമ ഇടപെടൽ കൂടുതൽ ശക്തിപ്പെടുത്തി KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനു വേണ്ട നിർദ്ദേശം സമിതി സമർപ്പിക്കും. KPCC ഭാരവാഹികളായ M. ലിജു, പഴകുളം മധു, PM നിയാസ്, ദീപ്തി മേരി വർഗീസ് എന്നിവരാണ് സമിതി അംഗങ്ങൾ. വയനാട് DCC മുൻ ട്രഷറർ NM വിജയൻ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ യോഗത്തിൽ വിശദീകരിച്ചു. LDF സർക്കാരിന്റെ അവസാന നാളുകളിൽ വിവിധ വിഭാഗങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള സൂത്രപ്പണി മാത്രമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA-യുടെ അധ്യക്ഷതയിൽ ചേർന്ന KPCC ഭാരവാഹികളുടെയും DCC പ്രസിഡന്റുമാരുടെയും യോഗം അഭിപ്രായപ്പെട്ടു. സർക്കാർ ഖജനാവിന് അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന മറ്റൊരു ധൂർത്താണിത്. ഈ സമ്മേളനങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ടലാഘ ജനം തിരിച്ചറിയും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ ക്രമീകരണങ്ങളുടെ തിരക്കുകൾക്കിടയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് യോഗം വിലയിരുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിനിടയിൽ സമാന്തരമായി SIR നടത്തുന്നത് അപ്രായോഗികമാണ്. തിടുക്കത്തിൽ SIR കേരളത്തിൽ നടപ്പിലാക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തെ അട്ടിമറിക്കാനാണ്. ബീഹാറിൽ നടത്തിയ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ വലിയൊരു വിഭാഗം വോട്ടർമാരെ പട്ടികയിൽ നിന്നും പൗരത്വത്തിൽ നിന്നും ഒഴിവാക്കി. പട്ടികയിൽ നിന്ന് പുറത്താകുന്നവർക്ക് രേഖകൾ സമർപ്പിക്കാൻ വേണ്ടത്ര സമയമില്ലെന്നും യോഗം വിലയിരുത്തി. 2002 വോട്ടർ പട്ടികയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത്. 2025 വോട്ടർ പട്ടികയിലെ 53.25 ലക്ഷം പേർ ഇതിലില്ല. ഇവരെല്ലാം എന്യൂമറേഷൻ എന്ന കണക്കെടുപ്പിന് നേരിട്ടോ ഓൺലൈനിലോ വിധേയരാകണം. ആവശ്യമെങ്കിൽ രേഖകൾ സമർപ്പിക്കണം. ഇത് വോട്ടർമാർക്ക് അമിത ദുരിതം അടിച്ചേൽപ്പിക്കുന്നതാണ്. നിലവിലുള്ള യഥാർത്ഥ വോട്ടർമാരുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിനുള്ള വ്യവസ്ഥകൾ SIR-ലില്ലെന്ന് യോഗം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും BJP-യുടെയും ഗൂഢാലോചനയും തുറന്നുകാട്ടുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ ആദ്യകൂരത്തിൽ കോഴിക്കോട് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ച് ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിക്കാനും ഭാരവാഹി യോഗം തീരുമാനിച്ചു. AICC നിർദ്ദേശപ്രകാരം വാർഡ് തലത്തിൽ ഭവനങ്ങൾ സന്ദർശിച്ച് വോട്ട് ചോര്, ഗഡ്ഡിച്ചോട് സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്താനും തീരുമാനിച്ചു. KPCC ആഹ്വാനപ്രകാരം നടന്നുവരുന്ന ഗൃഹസന്ദർശനവും ഫണ്ട് ശേഖരണവും സെപ്റ്റംബർ 30 വരെ നീട്ടി. DCC നേതൃയോഗങ്ങൾ സെപ്റ്റംബർ 20-നുള്ളിൽ പൂർത്തിയാക്കും. മണ്ഡല അവലോകന യോഗം സെപ്റ്റംബർ 20, 21, 22 തീയതികളിൽ നടക്കും. മേയർ ആര്യ രാജൻബ്രൻ ലണ്ടനിൽ സ്വീകരിച്ച വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ പറ്റി വിവാദം. അവാർഡ് വാങ്ങാൻ സർക്കാർ അനുമതിയോടെ നഗരസഭയുടെ ചെലവിലായിരുന്നു ആര്യയുടെ യാത്ര. ബ്രിട്ടീഷ് പാർലമെന്റിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വിമാനയാത്രയ്ക്ക് അനുമതി നൽകിയും യാത്രാ ചെലവ് നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും ചെലവഴിക്കുന്നുമായിരുന്നു സർക്കാർ ഉത്തരവ്. എന്നാൽ UK പാർലമെന്റിലെ ഹൗസ് ഓഫ് കോമൺസിലെ ഹാളിലാണ് ചടങ്ങ് നടന്നിരുന്നതെന്നും ഈ ഹാൾ സംഘടനകൾക്കും വ്യക്തികൾക്കും വാടകയ്ക്ക് കൊടുക്കാറുണ്ടെന്നും സമൂഹമാധ്യമങ്ങളിൽ വിമർശനമുയരുന്നു. സർക്കാർ ഉത്തരവിൽ പറയുന്നതുപോലെ ബ്രിട്ടീഷ് പാർലമെന്റിലായിരുന്നില്ല ചടങ്ങ് എന്നാണ് ആക്ഷേപം. CPM നേതാക്കളും പ്രവർത്തകരും ആര്യയെ അഭിനന്ദന പോസ്റ്റുകൾ കൊണ്ട് മൂടുമ്പോൾ പണം കൊടുത്താണ് അവാർഡ് വാങ്ങിയതെന്നാണ് എതിരാളികളുടെ ആരോപണം. വിവാദത്തിൽ പ്രതികരിക്കാൻ ആര്യയോ CPM നേതാക്കളോ തയ്യാറായിട്ടില്ല. ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന സംഘടനയാണ് ആര്യ രാജേന്ദ്രന് പുരസ്കാരം നൽകിയത്. കിട്ടിയ സർട്ടിഫിക്കറ്റിൽ ആര്യ രാജേന്ദ്രൻ CPM എന്നാണ് എഴുതിയിരിക്കുന്നത്.
തിരുവനന്തപുരം നഗരസഭ നടപ്പിലാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് UK പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് മേയർ എന്ന നിലയിൽ ഞാൻ ഏറ്റുവാങ്ങുന്നു. പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഈ പുരസ്കാരം സമർപ്പിക്കുന്നു എന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ ചിത്രം സഹിതം ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതിനു പിന്നാലെ മന്ത്രിമാരും CPM നേതാക്കളും പ്രവർത്തകരും സമൂഹമാധ്യമങ്ങളിൽ ആര്യയെ അഭിനന്ദിച്ചു കുറിപ്പുകൾ എഴുതി. മധ്യപ്രദേശിലെ ഇൻഡോർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നും ഇവർക്ക് BJP ബന്ധമുണ്ടെന്നും വരെ ആരോപണമുയർന്നിട്ടുണ്ട്. സന്തോഷ് ശുക്ല എന്ന വ്യക്തിയാണ് CEO. ഇന്ത്യൻ സംഘടന UKയിൽ നൽകിയ അവാർഡ് വാങ്ങാൻ സർക്കാർ അനുമതിയോടെ നഗരസഭയുടെ ചെലവിൽ യാത്ര നടത്തിയത് എന്തിനെന്നും സമൂഹമാധ്യമങ്ങളിൽ ചോദ്യമുയരുന്നു. പുത്തരിക്കണ്ടം മൈതാനത്ത് ഓഗസ്റ്റ് 9-ന് 6000-ലധികം കുട്ടികളെ ഉൾപ്പെടുത്തി നടത്തിയ സീഡ് ബോൾ ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയ്ക്ക് കിട്ടിയ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സ്വീകരിക്കാനാണ് മേയർക്ക് യാത്രാനുമതി നൽകിയത്. UK അവാർഡ് വഴി മേയർ പരിഹാസ്യ കഥാപാത്രമായെന്ന് കോർപ്പറേഷൻ കൗൺസിലറും BJP സംസ്ഥാന സെക്രട്ടറിയുമായ VV രാജേഷ് മനോരമ ഓൺലൈനോട് പറഞ്ഞു. നഗരത്തിലെ പ്രശ്നങ്ങൾ അനുദിനം വഷളാവുകയാണ്. അതിനിടെയാണ് മേയർ തട്ടിക്കൂട്ട് അവാർഡ് വാങ്ങാൻ UKയിൽ പോയത്. സ്വാധീനം ചെലുത്തിയാണ് ഈ അവാർഡ് ഒപ്പിച്ചത്. നഗരത്തെ മാലിന്യവിമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ ഇലക്ട്രിക് ബസ് ഓടിച്ചാണ് അതിന്റെ പേരിൽ മേയർ തട്ടിപ്പ് അവാർഡ് വാങ്ങിയതെന്നും VV രാജേഷ് ആരോപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരുവയുദ്ധം സൃഷ്ടിച്ച അനിശ്ചിതത്വങ്ങൾക്കിടെ ഇന്ത്യ-US വ്യാപാര ചർച്ചകൾ നാളെ വീണ്ടും തുടങ്ങും. US വാണിജ്യ ഉപപ്രതിനിധി ബ്രെൻഡൻ ലിഞ്ച് ഇന്ന് രാത്രിയോടെ ഡൽഹിയിലെത്തും. ഉഭയകക്ഷി വ്യാപാര ധാരണകൾ സംബന്ധിച്ച് വാണിജ്യവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമായി അദ്ദേഹം നാളെ ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും ഏതാനും മാസങ്ങളായി നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും ഇടക്കാല വ്യാപാര കരാറിലെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ത്യൻ കാർഷിക ക്ഷീരമേഖല തുറന്നുകിട്ടാനുള്ള US താൽപര്യമാണ് വിലങ്ങുതടിയായത്. രാജ്യത്തെ വലിയ ശതമാനം ജനങ്ങളുടെ ഉപജീവന മാർഗമായ കാർഷിക ക്ഷീരമേഖല പൂർണ്ണമായും തുറന്നു നൽകാൻ ഇന്ത്യ തയ്യാറല്ല. ഈ വർഷം മാർച്ചിലാണ് വിപുലമായ വ്യാപാര ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങളും തുടക്കമിട്ടത്. ഒക്ടോബർ-നവംബർ മാസത്തോടെ ആദ്യഘട്ട ധാരണയിലെത്താനായിരുന്നു പ്രതീക്ഷ. ട്രംപിന്റെ തിരുവയുദ്ധമാണ് വ്യാപാര ചർച്ചകളെ പിന്നോട്ടടിപ്പിച്ച മറ്റൊരു ഘടകം. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പകരം തിരുവയായി ആദ്യഘട്ടത്തിൽ 25% തിരുവ ചുമത്തിയ ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നെന്ന കാരണം ചൂണ്ടിക്കാട്ടി ഇത് 50%-ആയി വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം വഷളാവുകയും ചർച്ചകൾ വഴിമുട്ടുകയുമായിരുന്നു. അതേസമയം ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെയടുത്ത സുഹൃത്താണെന്നും കഴിഞ്ഞയാഴ്ച ട്രംപ് പറഞ്ഞിരുന്നു. US-ഉമായുള്ള വ്യാപാര ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഇതിന് മോദി മറുപടി നൽകുകയും ചെയ്തിരുന്നു. മിൽമ പാൽ വില തൽക്കാലം കൂട്ടില്ല. പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും GST ഒഴിവാക്കിയ സാഹചര്യത്തിൽ ഇപ്പോൾ വില കൂട്ടേണ്ടതില്ലെന്ന് ഡയറക്ടർ ബോർഡ് യോഗത്തിനു ശേഷം മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. വില വർദ്ധിപ്പിച്ച് ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണുള്ളതെന്നും ചെയർമാൻ പറഞ്ഞു. ജനുവരി-ഫെബ്രുവരി മാസങ്ങളിൽ പാൽവില വർദ്ധിപ്പിക്കണമെന്ന ശുപാർശയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വില കൂട്ടാത്തതിൽ പ്രതിഷേധിച്ച് എറണാകുളം യൂണിറ്റ് പ്രതിനിധികൾ ബോർഡ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. റിപ്പോർട്ട് പഠിച്ച് നടപ്പാക്കാമെന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും എറണാകുളം മേഖലാ പ്രതിനിധികൾ പറഞ്ഞു. ലിറ്ററിന് 5 രൂപ വരെ മിൽമ പാലിന് വില കൂട്ടാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്ന നിർദ്ദേശമാണ് എറണാകുളം മേഖലാ യൂണിയൻ പ്രതിനിധികൾ മുന്നോട്ടുവച്ചിരുന്നത്. മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഉപകരണക്ഷാമം സംബന്ധിച്ച് നടത്തിയ വെളിപ്പെടുത്തൽ കൂടുതൽ ഫലം കണ്ടുതുടങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിന് മൂത്രാശയക്കല്ല് പൊടിച്ചുകളയുന്ന ഉപകരണം വാങ്ങാൻ സർക്കാർ അനുമതി നൽകി. 2 കോടി രൂപയാണ് ഉപകരണത്തിന്റെ വില. നിലവിൽ ഉപയോഗിക്കുന്ന ESWL ഉപകരണം 13 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ഉപകരണത്തിന്റെ കാലാവധി കഴിഞ്ഞുവെന്ന് 2023-ൽ തന്നെ അധികൃതരെ അറിയിച്ചിരുന്നു. 2 വർഷം വൈകിയാണ് ഉപകരണം വാങ്ങാൻ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഭരണാനുമതി നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിന് MRI മെഷീൻ വാങ്ങാനും അനുമതി നൽകിയിട്ടുണ്ട്. ഇപ്പോഴുള്ള മെഷീന് 15 വർഷം പഴക്കമുണ്ട്. പുതിയ മെഷീൻ 8.15 കോടി രൂപ ചെലവിൽ വാങ്ങാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ലൈംഗികാരോപണങ്ങളിൽപ്പെട്ട് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിലെത്തിയത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഉൾപ്പെടെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ്. നേതൃത്വത്തെ താൻ ധിക്കരിച്ചിട്ടില്ലെന്നും സസ്പെൻഷനിലാണെങ്കിലും പാർട്ടിക്ക് വിധേയനായാണ് നിൽക്കുന്നതെന്നും രാഹുൽ പ്രതികരിച്ചെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയാണ് വിഷയത്തിലുള്ളത്. എന്നാൽ നേതൃത്വത്തെ പൂർണ്ണമായും വെറുപ്പിക്കാതെ പ്രതിസന്ധി മറികടക്കാനുള്ള അതിശക്തമായ നീക്കങ്ങളാണ് രാഹുലിന് അനുകൂല നിലപാടുള്ള നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
രാഹുലിനെ സംബന്ധിച്ചിടത്തോളം സഭയിൽ വരാൻ കഴിഞ്ഞതും നിയമസഭയ്ക്ക് മുന്നിൽ മാധ്യമങ്ങളെ കാണാൻ കഴിഞ്ഞതും വീണ്ടും സജീവമാകാനുള്ള നീക്കങ്ങളുടെ ചുവടുവയ്പ്പാണ് ഇതിനിടയിലിരിക്കുന്നത്. ഇതിന്റെ ചുവടുപിടിച്ച് പാലക്കാട് മണ്ഡലത്തിലെത്തിയ അണികളെ കാണാനുള്ള ശ്രമങ്ങളാണ് രാഹുൽ പക്ഷം നടത്തുന്നത്. രാഹുൽ പാലക്കാടെത്തിയാൽ തടയുമെന്നാണ് ഇടത് സംഘടനകളും ബിജെപിയും മുന്നറിയിപ്പ് നൽകിയിരുന്നത്. എന്നാൽ ഷാഫിഖ് പറമ്പിലിനെ തടയാൻ ശ്രമിച്ചത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്ത സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രതയോടെ തുടർ നടപടികൾ മതിയെന്ന നിർദ്ദേശമാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ ഏറെ നിർണായകമായ നിയമസഭാ സമ്മേളനത്തിൽ ആരോഗ്യവകുപ്പിനെതിരായ ആരോപണങ്ങളും പോലീസ് അതിക്രമങ്ങളും ഉൾപ്പെടെ സർക്കാരിനെതിരെ ശക്തമായ ആയുധങ്ങളുള്ള സാഹചര്യത്തിൽ രാഹുൽ സഭയിലെത്തുമ്പോൾ ഫോക്കസ് നഷ്ടപ്പെടുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ നിലപാട്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഹുലിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവന്നാൽ പാർട്ടി പ്രതിരോധത്തിലാകുമെന്നും ഇവർ പറയുന്നു. സമാന സംഭവങ്ങളിൽ LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത തരത്തിലുള്ള നടപടി സ്വീകരിച്ച വഴി ലഭിച്ച മേൽക്കൈ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യവും അനുവദിക്കാനാവില്ലെന്നും ഇവർ പറയുന്നു. അതേസമയം രാഹുലിനെതിരെ സംഘടനാപരമായി ശക്തമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും വീണ്ടും ശിക്ഷിക്കേണ്ട കാര്യമില്ലെന്നും ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നു. രാഹുൽ വിഷയത്തിൽ രണ്ടായി തിരിഞ്ഞ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തിന്റെ നിലപാടുകളെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് രാഹുലിന്റെ വരവ് വിലയിരുത്തപ്പെടുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ പാർട്ടിയിൽ കൂടുതൽ കരുത്താർജിച്ച പ്രതിപക്ഷ നേതാവിനെ ദുർബലപ്പെടുത്താനുള്ള ആയുധമാക്കി രാഹുൽ വിഷയം മാറ്റാനുള്ള ശ്രമങ്ങളും സജീവമാണ്. ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെ നിലപാട് സ്വീകരിച്ചിരുന്ന പല നേതാന്മാരും ഇപ്പോൾ വിഷയത്തിൽ നിശബ്ദത പാലിച്ച് കാര്യങ്ങൾ എങ്ങനെ ഉരുത്തിരിഞ്ഞുവരുന്നുവെന്ന് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം രാഹുലിന്റെ വരവ് തികച്ചും സാങ്കേതികം മാത്രമാണെന്നും ചില നേതാക്കൾ പറയുന്നു. സഭാ സമ്മേളനത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണമെങ്കിൽ അവധിക്കായി സ്പീക്കർക്ക് കത്ത് നൽകണം. സ്പീക്കർ കത്ത് സഭയിൽ വായിച്ച് സഭയുടെ അംഗീകാരം തേടുക എന്ന നടപടിക്രമം വേണ്ടിവരും. എന്നാൽ 12 ദിവസത്തേക്ക് ചേരുന്ന സഭാ സമ്മേളനത്തിന്റെ ഒരു ദിവസം എത്തി ഹാജർ രേഖപ്പെടുത്തിയാൽ വരും ദിവസങ്ങളിൽ അവധിയെടുക്കാൻ സഭയുടെ അനുമതി തേടേണ്ടതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേണ്ടിവരില്ല എന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ രാഹുൽ സഭയിലുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് നേതാക്കൾ പറയുന്നത്. ഇന്ന് സഭയിലെത്തി കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ രാഹുലിനൊരു കുറിപ്പ് ലഭിച്ചിരുന്നു. കുറിപ്പിന് മറുപടി നൽകിയുടൻ രാഹുൽ സഭ വിടുകയും ചെയ്തു. ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ രാഹുൽ പക്ഷ നേതാക്കളുമായി സംസാരിച്ച് ധാരണയുണ്ടാക്കിയതിനെ തുടർന്നാണ് രാഹുൽ വന്നതെന്നും റിപ്പോർട്ടുണ്ട്. ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശങ്ങളിലുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണിക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ സംശയവും കടുത്ത അതൃപ്തിയും പ്രകടിപ്പിച്ച് ഹൈക്കോടതി. 1999 തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പരമ്പരാഗത രീതിയിൽ സ്വർണം പൂശിയിരുന്നു എന്ന് തെളിവുണ്ടെന്ന് രേഖകൾ പരിശോധിച്ച് കോടതി വ്യക്തമാക്കി. അന്ന് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്താൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നതിൽ അന്വേഷണം വേണം. സ്വർണം പൂശിയ ചെമ്പുപാളികൾ സ്ട്രോങ് റൂമിലുണ്ടായെന്ന് വിശദമായി പരിശോധിക്കാനും ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവനും KV ജയകുമാറും ബെഞ്ച് നിർദ്ദേശിച്ചു. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണം പൂശിയ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണികൾ തീർത്ത് വേഗം തിരിച്ചെത്തിക്കാനും കോടതി നിർദ്ദേശിച്ചു. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഒട്ടേറെ സംശയങ്ങളാണ് കോടതി ഇന്ന് പ്രകടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട തിരുവാഭരണ കമ്മീഷണറുടെ പക്കലുള്ള മുഴുവൻ രേഖകളും പിടിച്ചെടുത്ത് ഹാജരാക്കാൻ കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഈ രേഖകൾ പരിശോധിച്ചാണ് കോടതി ഇന്ന് സംശയം പ്രകടിപ്പിച്ചത്. 1999 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിലിന്റെ വശങ്ങളിൽ സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയതായി രേഖയുണ്ട്. ഇതിന്റെ അർത്ഥം 1999 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിലിലുണ്ടെന്നാണ് അർത്ഥം. തുടർന്ന് 2019 ദ്വാരപാലക ശില്പങ്ങൾ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിത്തരാമെന്ന ബംഗളൂർ സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ചെമ്പു പ്ലേറ്റുകൾ അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് രേഖകളിൽ കാണുന്നത്. ബന്ധപ്പെട്ട എല്ലാ അധികൃതരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇത്. 12 കഷ്ണങ്ങളായി 25.40 കിലോഗ്രാമാണിതുള്ളത്. എന്നാൽ ഇതിൽ ചെമ്പ് പ്ലേറ്റുകൾ എന്ന് മാത്രമേ രേഖയിലുള്ളൂ. സ്വർണത്തെക്കുറിച്ച് പരാമർശമില്ലാത്തത് തികച്ചും അസാധാരണവും വിശദമായ അന്വേഷണം ആവശ്യമുള്ളതുമാണെന്നും കോടതി വ്യക്തമാക്കി. ദ്വാരപാലക ശില്പങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പീഠങ്ങളും സമാന വിധത്തിൽ അഴിച്ചെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏൽപ്പിച്ചു. ഇത് 17.40 കിലോഗ്രാം വരും. ഇതും 1999 പരമ്പരാഗത രീതിയിൽ സ്വർണം പൂശിയിരുന്നത് തന്നെയാണ്. സമാന വിധത്തിൽ ലിൻഡലും ആ വർഷം ഇതേ വ്യക്തിക്ക് തന്നെ കൈമാറുകയും ചെയ്തു. സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് റൂമിലുണ്ടായെന്ന് പരിശോധിക്കാൻ കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ കാരണം കഴിഞ്ഞ വർഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഒരു ഇമെയിലാണ്. സ്ട്രോങ് റൂമിലുള്ള സ്വർണം പൂശിയ ചെമ്പുപാളികൾ നൽകിയാൽ അവയിൽ നിന്ന് സ്വർണം വേർതിരിക്കാൻ സാധിക്കുമെന്നായിരുന്നു ഇത്. ഇതിന്റെ അർത്ഥം മറ്റൊരു കൂട്ടം സ്വർണം പൂശിയ ചെമ്പുപാളികൾ ഉണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നുവെന്നാണ്. എന്നാൽ പരിശോധന നടത്തിയ ദേവസ്വം വിജിലൻസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇത് പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും കോടതി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും കോടതി നിർദ്ദേശിച്ചു.
പരമ്പരാഗത രീതിയിൽ പൂശാനായി എത്രത്തോളം സ്വർണം ഉപയോഗിച്ചിരുന്നുവെന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും കോടതി വ്യക്തമാക്കി. കാരണം കേരളത്തിലെ മഴയും കാറ്റും തുടർച്ചയായ ആരാധനയും മറ്റും മൂലമുണ്ടാകുന്ന തകരാറുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന വിധത്തിലാണ് പരമ്പരാഗത രീതിയിൽ സ്വർണം പൂശുക. എന്നാൽ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിയിരിക്കുന്നത് വളരെ നേറിയ കലത്തിലുള്ള സ്വർണ്ണപ്പാഴി ഉപയോഗിച്ചുള്ള നാനോടെക് ഗോൾഡൻ ഡിപ്പോസിഷൻ രീതിയാണ്. 1999 തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്താൻ അവയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചതെന്നതിലും അന്വേഷണം ആവശ്യമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. കേസ് വീണ്ടും ഈ മാസം 17 പരിഗണിക്കും. ഇന്ത്യ-US വാണിജ്യബന്ധം സമീപകാലത്ത് ഏറെ വഷളായത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ ഇരട്ട തീരുവയോടെയാണ്. റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന കുറ്റം ചുമത്തിയായിരുന്നു ഇന്ത്യയ്ക്കുമേൽ ട്രംപ് 50% തീരുവ ചുമത്തിയത്. എന്നാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വാണിജ്യ ചർച്ചകൾ നിർത്തിയെടുത്തുമെന്നും വീണ്ടും ആരംഭിക്കാനിരിക്കെ US വീണ്ടും സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കുകയാണ്. നേരത്തെ എണ്ണയായിരുന്നെങ്കിൽ ഇത്തവണ ആയുധമാക്കുന്നത് ചോളത്തെയാണ്. US ചോളം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നില്ലെന്നാണ് പരാതി. US വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്കാണ് ഇത്തവണ വെടിപൊട്ടിച്ചത്. 140 കോടി ജനങ്ങളുണ്ടെന്ന് വീമ്പ് പറയുന്ന ഇന്ത്യ കുറഞ്ഞ അളവിൽ പോലും അമേരിക്കൻ ചോളം വാങ്ങാൻ തയ്യാറാകുന്നില്ലെന്നായിരുന്നു ലുട്നിക്കിന്റെ പരാതി. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ത്യ സ്വീകരിക്കുന്ന വ്യാപാര നിലപാടിനെയാണ് ലുട്നിക് ലക്ഷ്യമിട്ടത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ ഇന്ത്യ കുറച്ചില്ലെങ്കിൽ കടുത്ത നടപടിയാണ് വരാൻ പോകുന്നതെന്നും ലുട്നിക് പറഞ്ഞു. അവർ ഇന്ത്യക്ക് വിൽക്കുന്നു, അതിന്റെ ആനുകൂല്യം നേടുന്നു. എന്നാൽ അവരുടെ സമ്പദ്വ്യവസ്ഥയിൽ നമ്മളെ തടയുന്നു. നമ്മൾ മലർക്കെ തുറന്നിട്ടതുവഴി അവർ നേട്ടം കൊയ്യുന്നു. ഇന്ത്യ-US വ്യാപാര ബന്ധം വൺ വേ ആണ്, ലുട്നിക് പറഞ്ഞു. 140 കോടി ജനങ്ങളുണ്ടെന്നാണ് ഇന്ത്യ വീമ്പ് പറയുന്നത്. ഈ 140 കോടി ജനങ്ങൾക്ക് ഒരു ബുഷേൽ ചോളമെങ്കിലും US-ൽ നിന്നും എന്തുകൊണ്ട് വാങ്ങിച്ചുകൂടാ? അവരെല്ലാം നമുക്ക് വിൽക്കുന്നു, നമ്മുടെ ചോളം പോലും വാങ്ങുന്നില്ല. ഇത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലേ? എല്ലാത്തിന്മേലും അവർ നികുതി ചുമത്തിയിരിക്കുകയാണ്, ഒരു അഭിമുഖത്തിനിടെ ലുട്നിക് പറഞ്ഞു. ഇന്ത്യയോട് നികുതി കുറയ്ക്കാൻ ട്രംപ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കുന്ന പോലെ നിങ്ങൾ ഞങ്ങളെയും പരിഗണിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ലുട്നിക് പറഞ്ഞു. നിങ്ങൾക്കത് സ്വീകരിക്കാം, അല്ലെങ്കിൽ കടുത്ത നടപടികളെ അഭിമുഖീകരിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. US-ൽ ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിൽ ഭൂരിഭാഗവും ജനിതക മാറ്റം വരുത്തിയ GM ചോളമാണ്. ഇന്ത്യ GM ചോളം ഇറക്കുമതി ചെയ്യുന്നില്ല. ഭക്ഷ്യശൃംഖലയ്ക്ക് തന്നെ ഭീഷണിയാകുമെന്ന നിഗമനത്തിൽ GM ചോളം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുമില്ല. നേരത്തെ എഥനോൾ ഉൽപ്പാദനത്തിനായി GM ചോളം വളർത്താനുള്ള പദ്ധതി നീതി ആയോഗ് മുന്നോട്ട് വെച്ചപ്പോഴും രാജ്യം നിലപാട് മാറ്റിയിരുന്നില്ല. US-ലേത് ഭൂരിഭാഗവും ജനിതക മാറ്റം വരുത്തിയ ചോളമായതിനാൽ തന്നെ വില കുറവുമാണ്. മനുഷ്യരുടെ ആവശ്യത്തിനു മാത്രമല്ല, വളർത്തുമൃഗങ്ങളുടെ തീറ്റയായും US ചോളം ലോകത്ത് ഉപയോഗിക്കുന്നുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ US-ൽ നിന്നുള്ള ഇന്ത്യയുടെ ചോളം ഇറക്കുമതി വെറും 1100 ടൺ മാത്രമാണ്. അതേസമയം ഇന്ത്യ മ്യാൻമറിൽ നിന്നും 5.3 ലക്ഷം ടണ്ണും യുക്രൈനിൽ നിന്നും 3.9 ലക്ഷം ടണ്ണും ചോളം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. BBC-യിലെ റിപ്പോർട്ട് പ്രകാരം US കാർഷിക സംഘടനകൾ ട്രംപ് സർക്കാരിനുമേൽ വരാനിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പ്രധാനമായും ചൈനയുമായുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നാണിത്. ഏപ്രിൽ മുതൽ US-ഉം ചൈനയും വ്യാപാര യുദ്ധത്തിലാണ്. ഇതോടെ അമേരിക്കൻ വിളകൾക്ക് ചൈനയിൽ നിന്നുണ്ടായിരുന്ന ഓർഡറുകൾ വൻതോതിൽ കുറഞ്ഞു. പല US കാർഷിക ഗ്രൂപ്പുകളും കടം കയറി പാപ്പരാവുകയും ചെയ്തു. ചൈനയും US-ഉം വ്യാപാര ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും പല കാരണങ്ങളാൽ ശുഭപ്രതീക്ഷകളല്ല ഉള്ളത്. ഇതോടെയാണ് US പുതിയ മേച്ചിൽപ്പുറം തേടി ഇന്ത്യൻ കാർഷിക വിപണിയിലേക്ക് നോക്കുന്നത്. US വാണിജ്യ ഉപപ്രതിനിധി ബ്രെൻഡൻ ലിഞ്ചും വാണിജ്യവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമാണ് ഉഭയകക്ഷി വ്യാപാര ധാരണകളെക്കുറിച്ച് ചൊവ്വാഴ്ചയാണ് ചർച്ച നടത്തുക. ഇന്ത്യൻ കാർഷിക ക്ഷീരമേഖല തുറന്നുകിട്ടാനുള്ള US താൽപര്യം നിലനിൽക്കെയാണ് ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ രാജ്യത്തെ വലിയ ശതമാനം ജനങ്ങളുടെ ഉപജീവനമാർഗമായ കാർഷിക ക്ഷീരമേഖല പൂർണ്ണമായും തുറന്നു നൽകാൻ ഇന്ത്യ തയ്യാറാവില്ല. ഈ വർഷം മാർച്ചിലാണ് വിപുലമായ വ്യാപാര ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങളും തുടക്കമിട്ടത്. ഒക്ടോബർ-നവംബർ മാസത്തോടെ ആദ്യഘട്ട ധാരണയിൽ എത്താനായിരുന്നു പ്രതീക്ഷ. എന്നാൽ ട്രംപിന്റെ താരിഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചകൾ നീളുകയായിരുന്നു. രക്തരൂഷിത പ്രക്ഷോഭത്തിനൊടുവിൽ നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ സുശീല കർക്കിക്കെതിരെ പ്രതിഷേധവുമായി ജെൻസി സമരക്കാരിലെ ഒരു ഭാഗം. തങ്ങളുമായി കൂടിയാലോചിക്കാതെ പ്രധാനമന്ത്രി പുതിയ മന്ത്രിമാരെ നിയമിച്ചതാണ് ഇവരെ ചൊടിപ്പിച്ചത്. പ്രക്ഷോഭത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഹാമി നേപ്പാൾ സ്ഥാപകൻ സുദൻ ഗുരിങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ഭാഗം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. കൊല്ലപ്പെട്ടവരുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ് സുശീല കർക്കിയെന്നും ഇവർ ആരോപിച്ചു. തന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിൽ 3 മന്ത്രിമാരെയാണ് സുശീല കർക്കി നിയമിച്ചത്. നിയമജ്ഞനും കഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായുടെ ഉപദേഷ്ടാവുമായ ഓംപ്രകാശ് ആര്യാളാണ് ആഭ്യന്തരമന്ത്രി. മുൻ ധനകാര്യ സെക്രട്ടറി രാമേശ്വർ ഖനാൽ ധനകാര്യമന്ത്രിയും വൈദ്യുതി വകുപ്പ് മുൻ CEO കുൽമാൻ ഘീഷിംഗ് വൈദ്യുതി മന്ത്രിയുമാണ്. മൂവരും ഇന്ന് പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലിന്റെ സാന്നിധ്യത്തിൽ സ്ഥാനമേറ്റുകയും ചെയ്തു. നേരത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നുകേട്ട പേരുകളിൽ ഒന്നാണ് കുൽമാൻ ഘീഷിംഗിന്റേത്.
ഓംപ്രകാശ് ആര്യാളിനെ ആഭ്യന്തരമന്ത്രിയായി നിയമിച്ചതാണ് സുധൻ ഗുരുങ് ഉൾപ്പെടെയുള്ള ജൻസിയിലെ ഒരു ഭാഗത്തിന്റെ കടുത്ത എതിർപ്പ് വിളിച്ചുവരുത്തിയത്. പ്രക്ഷോഭകരുടെ സമ്മതമില്ലാതെയാണ് ഓംപ്രകാശ് ആര്യാളിനെ ആഭ്യന്തരമന്ത്രിയാക്കിയതെന്ന് സുധൻ ഗുരുങ് ആരോപിച്ചു. നേപ്പാളിലെ ഏറ്റവും ശക്തരായ ആളുകൾ ഇവിടുത്തെ ജനങ്ങളാണ്. ആർക്കും ഞങ്ങളെ തടയാനാവില്ല. ആരൊക്കെ ഇപ്പോൾ എവിടെയൊക്കെ ഇരിക്കുന്നോ അവരെ താഴെ ഇറക്കാനും അറിയാം, സുധൻ ഗുരുങ് പ്രതികരിച്ചു. യുവാക്കളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തിലൂടെ കൊണ്ടുവന്ന ഭരണമാറ്റം രാഷ്ട്രീയ പിണിയാളുകൾ അട്ടിമറിക്കുകയാണെന്ന് ഹാമി നേപ്പാളിനെ സമർത്ഥിക്കുന്നവർ ആരോപിക്കുന്നു. ഞായറാഴ്ച കഠ്മണ്ഡുവിൽ സുരൻ ഗുരുങ് വിളിച്ച വാർത്താസമ്മേളനം ബഹളത്തിൽ മുങ്ങിയിരുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇടക്കാല സർക്കാരിനെയും താഴെയിറക്കുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. ഇതിനെ മേധാവികളിൽ ചിലർ ചോദ്യം ചെയ്തതോടെ ഹാമി നേപ്പാൾ പ്രവർത്തകരുമായി കടുത്ത വാക്കേറ്റമുണ്ടായി. ഇടക്കാല സർക്കാർ ജൻസിയുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതും അഴിമതിരഹിതവുമായിരിക്കണമെന്നതാണ് തങ്ങളുടെ ആവശ്യമെന്ന് ഗുരുങ് വിശദീകരിച്ചു. നമുക്കു വേണ്ടത് വെറുമൊരു പ്രധാനമന്ത്രിയെയോ സർക്കാരിനെയോ മാത്രമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ പ്രധാനമന്ത്രി പദം ഞാൻ ഏറ്റെടുക്കുമായിരുന്നു. നമുക്കു വേണ്ടത് മാറ്റമാണ്. അധികാരത്തിലെത്തിയ ശേഷം അഹങ്കാരം കാട്ടുന്നവർ വേണ്ട. ഓരോ നേപ്പാളിയുടെയും ശബ്ദം കേൾക്കണം, സുധൻ ഗുരുങ് വ്യക്തമാക്കി. പഴയ നേതാക്കളെ മാറ്റി നിർത്തി പുതുതലമുറ നേതാക്കളെ രംഗത്തിറക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഖത്തറിലെ ആക്രമണം ഇസ്രായേലിന്റെ സ്വതന്ത്ര തീരുമാനമെന്നാണ് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിൽ ഏറ്റെടുക്കുന്നുവെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഹമാസിനെ ലക്ഷ്യം വെച്ചുള്ള ഖത്തറിലെ ആക്രമണത്തിൽ ഇസ്രായേലിനെ വിമർശിക്കുന്നതിൽ വൻ ഇരട്ടത്താപ്പുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച പ്രമേയത്തിൽ ഒരു രാജ്യവും തീവ്രവാദികളെ സംരക്ഷിക്കാനാവില്ലെന്ന് പറയുന്നുണ്ട്. തീവ്രവാദികൾക്ക് സുരക്ഷയൊരുക്കിയതിനു ശേഷം സ്വവാദിബാധ്യതയെക്കുറിച്ച് പറയാനാവില്ല. നിങ്ങൾക്കൊളിക്കാം, നിങ്ങൾക്കോടാം, പക്ഷേ ഞങ്ങൾ നിങ്ങളെ പിടിക്കും എന്ന് നെതന്യാഹു പറഞ്ഞു. ഗാസയിൽ തകർന്നത് ബഹുനില കെട്ടിടങ്ങൾ ഹമാസിന്റെ ശക്തികേന്ദ്രങ്ങളാണെന്നും ഗാസയെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നത് ഇസ്രയേൽ തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു. തീവ്രവാദത്തെ നേരിടാനുള്ള ശ്രമങ്ങളിൽ US ഇസ്രയേലിനൊപ്പം നിൽക്കുന്നുവെന്നതാണ് റൂബിയോയുടെ സന്ദർശനം നൽകുന്ന സന്ദേശമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ചില അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നായിരുന്നു ഗൾഫ് രാജ്യങ്ങളുടെ രോഷത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മാർക്കോ റൂബിയോ മറുപടി നൽകിയത്. ഇനി എന്തേ എന്നതിലാണ് പൂർണ്ണ ശ്രദ്ധ എന്നായിരുന്നു റൂബിയോയുടെ പ്രതികരണം. എല്ലാ ബന്ധക്കാരെയും ഉടനെ മോചിപ്പിക്കണം. ഗാസയിലെ ജനങ്ങൾക്ക് നല്ല ഭാവി അർഹിക്കുന്നു. എന്നാൽ ഹമാസ് ഇല്ലാതാകുന്നതുവരെ ആ നല്ല ഭാവിക്ക് തുടക്കമിടാനാവില്ല. ഹമാസിനെ ഉന്മൂലനം ചെയ്യണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ലക്ഷ്യങ്ങളിൽ പ്രതിജ്ഞാബദ്ധനാണെന്നും ഇസ്രയേലിനെയും USനെയും മാത്രമല്ല ഗൾഫ് സഖ്യകക്ഷികളെയും യൂറോപ്പിനെയും ഇറാൻ ഭീഷണിപ്പെടുത്തുന്നുവെന്നും റൂബിയോ പറഞ്ഞു. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഇസ്രയേൽ സന്ദർശനത്തിനിടെയും ഗാസയിൽ ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രയേൽ. ഇന്ന് പുലർച്ചെയുണ്ടായ ഷെല്ലാക്രമണത്തിലും വെടിവെപ്പിലും 53 പേരാണ് കൊല്ലപ്പെട്ടത്. KPCCയുടെ എക്സ് അക്കൗണ്ടിലെ ബീഹാർ BD പോസ്റ്റിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിനെ BDയുമായി താരതമ്യപ്പെടുത്തുന്ന കോൺഗ്രസിനും RJDയ്ക്കും സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനാണ് താൽപര്യമെന്ന് മോദി കുറ്റപ്പെടുത്തി. NDA സർക്കാരിന്റെ ഭരണത്തിൽ ബീഹാറിനുണ്ടായ പുരോഗതി ഇന്ത്യ സഖ്യത്തെ അസ്വസ്ഥരാക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പൂർണിയ വിമാനത്താവളം ഉദ്ഘാടനത്തിന് ശേഷം റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ബീഹാറിന്റെ വികസനത്തിനുള്ള 40,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിട്ടു. ബീഹാർ, ബംഗാൾ, ആസാം സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാ ഘടനയ്ക്ക് ഭീഷണിയായി മാറിയ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കും. നുഴഞ്ഞുകയറ്റക്കാരുടെ വക്കാലത്തുമായി നടക്കുന്ന ഇന്ത്യ സഖ്യത്തിന് ബീഹാറിലെ ജനങ്ങൾ തക്ക മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. RJDയെയും കോൺഗ്രസിനെയും 2 പതിറ്റാണ്ടിനിടെ അധികാരത്തിന് പുറത്തു നിർത്തുന്നതിന് ബീഹാറിലെ വനിതാ വോട്ടർമാരെയാണ് അഭിനന്ദിക്കേണ്ടതെന്നും മോദി പറഞ്ഞു. ബീഹാറിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും 2 പതിറ്റാണ്ടോളം ബീഹാറിനെ കൊള്ളയടിച്ച RJDയുടെ ദുർഭരണം ജനങ്ങൾ മറക്കില്ലെന്നും മോദി പറഞ്ഞു.